തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. 100-ന് പകരം 102 സീറ്റ് കൊടുത്ത് UDFനെ വിജയിപ്പിച്ചു. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവായിട്ടില്ല. 3 പേരുകൾ, 3 ഓപ്ഷൻ: KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. പലരും പല ഉത്തരങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് പോലും ശരി ഉത്തരം അറിയില്ല. അതിനെ സ്വീകരിക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഈ 3 പേരുടെയും കഴിവുകൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം MLA പോലുമല്ല. MLA അല്ലാത്ത ഒരാൾ കയറി ഈ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടതിൻ്റെ സാങ്കത്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട മിക്കവാറും എല്ലാവരും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരണം എന്നാണ് ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ MLA-മാരുടെ പിന്തുണ കുറവാണത്രേ. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്: ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഈ 102 സീറ്റ് എന്ന് പറയുന്നത് വെട്ടി ഒരുപക്ഷെ 50-40 ആയി തീരാനും സാധ്യതയുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും ആലോചിച്ച് തുടങ്ങി ഇതിൽ ഭേദം LDFനെ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. കാരണം അവർക്ക് ഒറ്റ നാഥനേ ഉള്ളൂ. ഏകാധിപത്യമാണെങ്കിലും അവിടെ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറമൊന്നുമില്ല. അവിടെ ഇരിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അതാണ് പിണറായി വിജയൻ്റെ ശക്തി. അത് മതിയായിരുന്നു എന്ന് ചിലരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാർ പലരും പറയും ഇതാണ് ജനാധിപത്യം, ജനാധിപത്യത്തിലൂടെയാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോഴും ഇത് ജനാധിപത്യം ഒത്തിരി അങ്ങ് കൂടിപ്പോയാൽ അത് ബോറായി തുടങ്ങി. കാരണം ഇത്രയും ദിവസമായിട്ടും ഒരു ജനപ്രതിനിധിയെ പോലും മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡിൻ്റെ പരാജയമാണ്. അവരെ അല്ലെങ്കിൽ എന്തിനും കുറ്റം പറയുന്നില്ലേ? കാരണം ഇവർ 3 പേരും കൂടെ കിടന്ന് ഇടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 3 പേരെയും കൂടെ ഒന്നിപ്പിച്ചുകൊണ്ട് പോകാനല്ലേ ഇവർക്ക് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കൊക്കെ ചാടി ഹൈക്കമാൻഡിന് പിന്നൊരു പണിയാവും. അതുകൊണ്ടാണ് അവർ എല്ലാം ആലോചിച്ചതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും KC വേണുഗോപാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുമെന്ന് ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. KC വേണുഗോപാൽ വന്നത് തന്നെ ഒരു നാണം കെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ മുഖ്യമന്ത്രി ആക്കാൻ പറ്റും. ഇതിൻ്റെ അന്ന് KC വേണുഗോപാലിൻ്റെ പേര് ആരാണോ പറഞ്ഞത്. കുറച്ച് നാളായിട്ട് അദ്ദേഹം ഇവിടെ കിടന്നങ്ങ് കറങ്ങിയായിരുന്നു. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് 2 ദോഷം. ആലപ്പുഴ ലോക്സഭയിലേക്ക് പുതിയ ആളിനെ കണ്ടെത്തണം. അതുപോലെ തന്നെ നിയമസഭയിലേക്ക് MLA ആക്കി KC വേണുഗോപാലിനെ കൊണ്ടുവരണം. അതിന് 2 സീറ്റാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഒന്ന് ഇരിക്കൂറും ഒന്ന് ആലപ്പുഴയൊക്കെയാണ്. ഏത് സീറ്റിൽ നിന്ന് മത്സരിച്ചാലും KC വേണുഗോപാലിൻ്റെ ഒരു കാര്യം ഉറപ്പാണ്: ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 10 കൊല്ലം മത്സരിച്ച് ജയിച്ച ധർമ്മടത്ത്, അതും പാർട്ടിയുടെ കോട്ടയിൽ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പലപ്പോഴും പിന്നിലാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അതുപോലെ തളിപ്പറമ്പും പയ്യന്നൂരുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ പോലും അവർ തകരുന്നത് നമ്മൾ കണ്ടു. അതിനൊറ്റ കാരണമേ ഉള്ളൂ: ഭരണവിരുദ്ധ വികാരം. ഈ വികാരം തിരിച്ചും ആഞ്ഞടിക്കും എന്നുള്ളത് കോൺഗ്രസ്സുകാരെ ഓർത്താൽ വളരെ നല്ലത്. കാരണം KCക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ എവിടെങ്കിലും നിന്ന് ജയിച്ചില്ലേ പറ്റും. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കോട്ടയിൽ പോലും നിന്ന് ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരിക്കും. ഒരുപക്ഷെ ജനങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കുകയും ചെയ്യാം. ലോകസഭയും പോവും, നിയമസഭയും പോവും, ഉള്ളത് മൊത്തം KCക്ക് നഷ്ടപ്പെടും. KC അത് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. ഇടതുപക്ഷത്തിനെതിരെ മാത്രമല്ല UDFനെതിരെയും വോട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. അവർക്ക് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളങ്ങ് വളരെ നല്ലതാണെന്നുള്ള വിചാരമൊന്നും അവർക്കില്ല. കാരണം അവരെക്കാൾ നല്ലത് നിങ്ങളാണ് എന്നുള്ളൊരു വിചാരത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓരോ തിരഞ്ഞെടുപ്പും പരീക്ഷണമാണല്ലോ. അതിൽ ചിലപ്പോഴൊക്കെ വിജയിക്കാം, ചിലപ്പോഴൊന്നും വിജയിക്കാതിരിക്കാം. പക്ഷേ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ്.
LDFന് 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ നിങ്ങൾ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിൽ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നേയില്ല. VD സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാരിനെതിരെ നിരന്തരമായി ആക്രമണം നടത്തുകയും പോരാടുകയും ചെയ്തത് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൃത്യതയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കർശനമായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത ഒരു വിജയം തന്നെയാണ് ഈ പ്രാവശ്യത്തെ 102 സീറ്റ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു UDFലെ ഒരു ഘടകകക്ഷിയോ ഒരു നേതാവോ പറഞ്ഞില്ല 100-ൽ പരം സീറ്റുകൾ നേടും എന്ന്. അത് VD സതീശൻ കൃത്യമായിട്ട് പറയുകയും അത് അദ്ദേഹം നടപ്പിലാക്കുകയും കഴിയും. ഏതായാലും 100 സീറ്റ് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ തമ്മിലടി തുടങ്ങിയത്. രമേശ് കുറച്ച് നാളും കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നടക്കുക. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെല്ലാം മുഖ്യമന്ത്രി കസേരയാണ്. ഇനിയും അതിനിടയിലാണ് ഈ KC വേണുഗോപാലും കൂടെ ഇതിനിടയിൽ കയറുക. ഇനി ഇവന്മാർ രണ്ടുപേരും കൂടെ തമ്മിലടിച്ച ആ സമയത്ത് ഒരു കസേര തനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് രമേശും കാത്തിരിക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചില വാർത്താമാധ്യമങ്ങളൊക്കെ പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രിയായി KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് VD സതീശനും ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്കും കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. 3 പേരും നായർ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അത് മറ്റ് സമുദായങ്ങളെ UDFൽ നിന്ന് അകറ്റും. അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാകുന്ന ആ മന്ത്രിസഭയിൽ VD സതീശൻ ഒരു കാരണവശാലും മന്ത്രിയാകാൻ സാധ്യതയില്ല, 100% ഉറപ്പാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഏതായാലും എല്ലാം വേഗത്തിലാകണം. കാരണം ജനങ്ങളുടെ ക്ഷമ കെട്ടു തുടങ്ങി. ഏതായാലും ഇതെല്ലാം കണ്ട് ലീഗിൻ്റെയും കണ്ണു തള്ളിയിരിക്കുക. കേരള കോൺഗ്രസിൻ്റെ MLAമാരും UDFൻ്റെ ഘടകകക്ഷികളെല്ലാവരും കൂടെ ചേർന്ന് LDFന് അങ്ങ് പിന്തുണ കൊടുക്കണം. എന്നാലേ ഇവന്മാർ ഫോക്കടങ്ങ് തീരുത്തും. ഇനിയും മന്ത്രിമാരെ തീരുമാനിക്കണം. അതൊരു വല്ലാത്ത കാര്യമാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ച് വരുമ്പോൾ ആരൊക്കെ മന്ത്രിയാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇനിയും മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കും. അതും നമുക്കൊരു അഗ്നിപരീക്ഷ തന്നെ. കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി നാശങ്ങൾ ഇതുങ്ങളെ ജയിപ്പിക്കേണ്ടായിരുന്നു, മറ്റൊരു തന്നെയായിരുന്നു നല്ലത്. കാരണം തമ്മിലടിയെങ്കിലും കുറഞ്ഞിരുന്നേനെ, നമ്മൾ സഹിച്ചാൽ മതിയായിരുന്നല്ലോ. കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്തു കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും പ്രഖ്യാപിക്കണേ എന്നാണ് നമ്മുടെ ഒരു ആലോചന. എടുത്തു പോലില്ലേ, ഇനി 5 കൊല്ലം ഇവരെ ഭാവിക്കുക തന്നെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ